ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരു വളരെ ചെറിയൊരു വീഡിയോയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അപ്പുക്കുട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പം മുതൽ ചെറിയ തോതിലൊരു ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി മരുന്നൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു തോതിലില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നില്ല. പനിയൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ ആക്റ്റീവായിരുന്നേ. പക്ഷേ ഒരു 2 ദിവസം മുന്നേ ചെറിയൊരു ചൂടുകുരു പോലെയൊക്കെ ഇങ്ങനെ കയ്യിൽ കണ്ടു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നന്നായിട്ട് കൂടി. അപ്പോൾ എനിക്ക് തോന്നി ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, എന്നാൽ ഡോക്ടറെ അടുത്ത് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ്. ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഡോക്ടർ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്നത് 26 മേരി ക്വീൻസ് ബിഷപ്പ് ഹോസ്പിറ്റലാണ്. അപ്പുക്കുട്ടൻ്റെ ഉണ്ടായപ്പോൾ മുതൽ അപ്പുക്കുട്ടനെ അവിടെയാണ് കാണിക്കുന്നത്. അവിടുത്തെ പീഡിയാട്രിഷ്യൻ മനോജ് ഡോക്ടറെയാണ് കാണിക്കുന്നത്. നല്ല ഡോക്ടറാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒരിടത്തും അപ്പുക്കുട്ടനെ കാണിക്കാറില്ല. എന്തുണ്ടെങ്കിലും നാട്ടിലുള്ളപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് ഗൾഫിലേക്ക് പോകുമ്പോൾ ഡോക്ടറോട് പറഞ്ഞ് പ്രിസ്ക്രിപ്ഷനെല്ലാം തന്നിട്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. അപ്പോൾ രാവിലെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുക്കുട്ടന് ഞാനും കൂടെ 2 കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. അപ്പുക്കുട്ടന് ഒരു ചെറിയ കപ്പ് കേക്ക് മതി എന്ന് പറഞ്ഞു. ഞാനും ഒരു പപ്സൊക്കെ കഴിച്ച് ശരിക്കും വിശന്ന് പോയി. കാരണം നമ്മൾ നേരത്തെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഡോക്ടർ റൗണ്ട്സിന് പോയി, അല്ലെങ്കിൽ ഡോക്ടർ നോക്കിയിട്ടേ പോകത്തുണ്ടായിരുന്നു. പിന്നെ ഞാനും അപ്പുക്കുട്ടനും കൂടെ അവിടെ ഇരുന്ന് പതുക്കെ കോഫിയും പപ്സും കേക്കും ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മൾ കുറച്ചധികം നേരം ഇപ്രാവശ്യം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഡോക്ടർ റൗണ്ട്സൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പുക്കുട്ടൻ കിടന്നുകൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാനും അവനൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയും ഒക്കെയാണ്. അപ്പുക്കുട്ടൻ മടുത്തിട്ടുണ്ട്, എനിക്ക് കാണുമ്പോഴേ അറിയാം മടുത്തിട്ടുണ്ടെന്നുള്ളത്. ഏതായാലും വഴക്കുണ്ടാക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അങ്ങനെ ഞങ്ങളിതാ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഇറങ്ങി മെഡിസിനൊക്കെ വാങ്ങിച്ചു. വേറെ ഒന്നും അല്ലായിരുന്നു, നമ്മുടെ അപ്പുക്കുട്ടന് തക്കാളിപ്പനിയായിരുന്നു. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. വലിയ തോതിലുള്ള ഒരു പനിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് പോരുമ്പോൾ അവിടെ ക്യൂൻ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. കുഞ്ഞുങ്ങളുടെ എല്ലാ സാധനങ്ങളും കിട്ടും, ടോയ്സൊക്കെ ഉണ്ട്. അപ്പുക്കുട്ടൻ ചെന്നപ്പോൾ മുതൽ അതിൽ നോട്ട ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പുക്കുട്ട അവിടുത്തെ കൊള്ളത്തില്ല, നമുക്ക് വേറെ പുറത്തുനിന്നൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നു. അവിടെ വലിയ സാധനങ്ങളൊന്നുമില്ല, ഭയങ്കര റേറ്റുമാണ്. പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഒക്കെ വന്ന് ഞാൻ തിരിച്ചു കൊടുത്താൽ അവരിട്ട് മാറി തരത്തുമില്ല. അതുകൊണ്ട് ഒരുവിധം സമാധാനിപ്പിച്ച് വന്നേരം ഫിഷിനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പുക്കുട്ടൻ വന്നു. അപ്പുക്കുട്ടന് ഇങ്ങനെ അക്വേറിയം കാണുന്നതും ഫിഷിനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം പിന്നെ അപ്പുക്കുട്ടൻ അതൊക്കെ കണ്ട് നിന്നു. പോരാൻ ഞാൻ വിളിച്ചിട്ടൊന്നും നമ്മുടെ അപ്പുക്കുട്ടൻ പോരത്തില്ല. അപ്പുക്കുട്ടനെ കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അപ്പുക്കുട്ടൻ്റെ ഒരു സന്തോഷമല്ലേ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ച് നേരം പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ഹോസ്പിറ്റലിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ആ ഒരു ഫ്ലോറിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിനകത്തേക്ക് ചെന്നാലും വെയിറ്റിംഗ് ഏരിയയിലൊക്കെ ആണെങ്കിലും ഇരിക്കുമ്പോൾ നമുക്കങ്ങനെ ബോറടിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് അപ്പുക്കുട്ടൻ നേരെ അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നേരെ ഇതവിടെ ഉള്ള അക്വേറിയാണ് കേട്ടോ. ഫിഷിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പുക്കുട്ടനെ പോലെ തന്നെ എനിക്കും ഇങ്ങനെയൊക്കെ കാണാനും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇത് കണ്ടു, ഇതിനകത്തെ ആ ഒരു ഫിഷ് പല കളറുകളിലുള്ള ഫിഷാണ്. അതും എല്ലാം ഒരേ മോഡലാണ്, പല കളറാണെന്നേ ഉള്ളൂ കേട്ടോ. ഏത് കളറാണ് ഉള്ളത്? കളർ പറയാമോ ഏതൊക്കെയാണ്? അതെന്നാ കളറാ? ഓറഞ്ച്. എന്നാ അപ്പോൾ അങ്ങനെ ഫൈനലി അപ്പുക്കുട്ടനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോരുവാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് അപ്പുക്കുട്ടനെ ഒന്ന് പുറത്തിറക്കാൻ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളുന്നത് നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.